അവർ ടുബാക്കോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 വർഷം മുമ്പൊക്കെ കുറച്ച് കാലം കോളേജിൽ പഠിക്കുമ്പോൾ ഒരു 6 മാസം അത്രേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അസുഖം വരുന്നത് ഇപ്പോൾ ഒരു 20 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വായിൽ ക്യാൻസർ വരാം. അപ്പോൾ വായിലുണ്ടാകുന്ന ക്യാൻസറാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്യാൻസർ ഇപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിൽ കാണുന്നത് ഈ തൈറോയ്ഡ് ക്യാൻസർ. കേടായിട്ടുള്ള പല്ലുകൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നു. അപ്പം കാരണം ഷാർപ്പ് ടൂത്ത്, അപ്പം മൂർച്ചയുള്ള പല്ല് കാരണം ഇപ്പം നാവയിലൊക്കെ തട്ടുന്നു, അത് കാരണം ഉണ്ടാകുന്ന അൾസേഴ്സ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടോ? പലപ്പോഴും ആളുകൾക്കുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നോർമലാണ്, അപ്പോൾ തൈറോയിഡുമായി ബന്ധപ്പെട്ട മുഴകളൊന്നും പ്രശ്നമല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാൻസർ ഒന്നും വരില്ല എന്നുള്ള ഒരു ചിന്ത വരും. പക്ഷെ അതങ്ങനെയല്ല. ചില ആൾക്കാരിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ലൈഫ് ലോങ് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കണം അല്ലേ? ചില ആൾക്കാരിൽ ആൻറ്റിബോഡി നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് ഫോർ ഒരു പീരീഡ് ഓഫ് ടൈം കഴിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ സ്റ്റോപ്പ്. അവർക്ക് പോസിബിലിറ്റീസ് കൂടുതലാണോ തൈറോയിഡ് ക്യാൻസർ ലേറ്റർ വരാനായിട്ട്? ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുവാണെങ്കിൽ, ജനറലായിട്ടൊരു അൾട്രാസൗണ്ട് ചെയ്യുവാണെങ്കിൽ ഒരു 3-2 ആളുകൾക്ക് തൈറോയിഡിൽ നൊഡ്യൂൾസ് കാണും. ആളുകൾക്ക് ഒരു ധാരണയുണ്ട് തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നോർമലായിരുന്നു. എൻ്റെ അടുത്ത് പലപ്പോഴും വന്ന് തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലായിരുന്നു ഡോക്ടറെ, പിന്നെ എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്. ഇത് രണ്ടും രണ്ട് പ്രശ്നമാണ്. കവിള് കടിക്കുന്നത് കുറേ പേര് ഇങ്ങനെ പറഞ്ഞ് കേട്ടിരിക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ചിലരുടെ ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. വെൽക്കം ടു മൈൽസ്റ്റോൺ ഡോക്ടർ. മൈൽസ്റ്റോൺ ഡോക്ടറിൽ ഇന്ന് കൊച്ചിൻ DPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഓൺകോളജി HOD ഡോക്ടർ ഷോൺ ടി ജോസഫ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ഡോക്ടർ ഹെഡ് ആൻഡ് നെക്ക് സർജൻ ആണ്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സർജൻ ആണ് അല്ലേ? ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സർജൻ എന്ന് പറയുമ്പോൾ അത് തന്നെ നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. ഡോക്ടർ, എന്തൊക്കെയാണ് ഈ ഹെഡ് ആൻഡ് നെക്കിൽ വരുന്നത്? ഏതൊക്കെ നെക്ക് മുതൽ തലയുടെ ഫുൾ ഭാഗം നാണോ, ഏതൊക്കെ കേസസ് ആയിരിക്കും ഡോക്ടർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ ഈ കോളർ ബോൺ തൊട്ട് മേലെ വരെയുള്ള ഭാഗങ്ങളാണ് ഹെഡ് ആൻഡ് നെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ബ്രെയിൻ ന്യൂറോ സർജറി എന്ന് പറയുന്ന വേറൊരു വിഭാഗമാണ് ഡീൽ ചെയ്യുന്നത്. ബട്ട് അതർവൈസ് അതിൽ ഇത്ര ഏരിയ വരുന്ന ട്യൂമേഴ്സ്, അതിന്റെ ട്രീറ്റ്മെന്റ്, അതിന്റെ റീകൺസ്ട്രക്ഷൻ, ഇതൊക്കെയാണ്. അതായത് നമ്മുടെ ENT റിലേറ്റഡ് ആയിട്ട് വരുന്നത് എല്ലാം ഡോക്ടറിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും അല്ലേ? അതിൽ ബ്രെയിൻ മാത്രമാണ് നമ്മൾ ബ്രെയിൻ ക്യാൻസർ വരുമ്പോൾ അത് ഡോക്ടറിന്റെ ഡിപ്പാർട്ട്മെന്റിലല്ല അല്ല. ഓക്കെ, ക്ലിയർ. ഇനി ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടൊക്കെയാണ് ഇത് വരിക, അതിലേക്ക് എത്തിക്കുന്ന കാരണങ്ങൾ, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഡോക്ടർ? നമുക്ക് ആദ്യം ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിന്റെ കുറച്ച് സബ്സൈറ്റ്സ് ഞാൻ പറയാം. അപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് വായിലുണ്ടാവുന്ന ക്യാൻസേഴ്സ്. വായിലുണ്ടാവുന്ന ക്യാൻസേഴ്സ് എന്ന് പറയുമ്പം ഇന്ത്യയിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്യാൻസറാണത്. കേരളത്തിനേക്കാൾ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് കൂടുതലുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം ഈ പുകയിലയുടെ, ടുബാക്കോയുടെ ഒരു യൂസ്. അപ്പോൾ വായിലുണ്ടാകുന്ന ക്യാൻസറാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്യാൻസർ ഇപ്പം തൈറോയ്ഡ് ക്യാൻസറാണ്. തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 30 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ ഒരുപാട് നമ്പേഴ്സ് കൂടിയ ഒരു ക്യാൻസർ, 3 ഇരട്ടിയോളമായിട്ട് നമ്പേഴ്സ് തൈറോയ്ഡ് ക്യാൻസറാണ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഫീമെയിൽസിൽ, സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിൽ കാണുന്നത് ഈ തൈറോയ്ഡ് ക്യാൻസറാണ്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ ചോദിക്കട്ടെ, ഡോക്ടർ പറഞ്ഞു പുരുഷന്മാരിലാണ് കൂടുതൽ മൗത്ത് അൾസേഴ്സ് വന്നിട്ട് അങ്ങനെ ക്യാൻസർ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്യാൻസർ സ്ത്രീകളിൽ താരതമ്യേന വളരെ കുറവാണോ? താരതമ്യേന കുറവാണ്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു ട്രെൻഡും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു ട്രെൻഡും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാൻ മുമ്പ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സമയം മുംബൈയിൽ നമ്മൾ വല്ലപ്പോഴും ഒരു വർഷത്തിൽ ഒരു പേഷ്യൻ്റ് വന്നാൽ പോലും, ഒരു ടുബാക്കോ യൂസ് ഒന്നും ഇല്ലാണ്ട് ഒരു പേഷ്യൻ്റ് വന്നാൽ പോലും നമുക്കെല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതമാണ് ഇതെങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി. കേരളത്തിൽ പക്ഷേ അതായത് ടുബാക്കോ യൂസ് ഒന്നുമില്ലാതെ, അഡിക്ഷൻസ് ഒന്നും ഇല്ലാതെ വലിയൊരു ശതമാനം പേഷ്യൻസ് ഈ ഓറൽ ക്യാൻസർ ഉള്ളവരായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ പിന്നിലത്തെ കാരണം
അതിൻ്റെ പിന്നിലെ കാരണം നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇതിൻ്റെ ഡേറ്റ വെക്കുമ്പോൾ അതിൽ കണ്ടുള്ള ഒരു വ്യത്യാസമാണ്. നമ്മൾ അവസാന ഡേറ്റ എടുക്കും 50% കൂടുതൽ, ഒരു 57% പേഷ്യൻസ് യാതൊരുവിധ അഡിക്ഷൻസ് ഇല്ലാത്തൊരു ഗ്രൂപ്പ് കേരളത്തിൽ വരുന്നുണ്ട് ഈ ഓറൽ ക്യാൻസറൊക്കെ ഉണ്ടാകുന്നതായിട്ട്. ഇതിൻ്റെ ഒരു കാരണം നമുക്ക് 2 രീതിയിൽ ഇതിൽ കാണാം. ഒന്ന്, പോസിറ്റീവായിട്ടുള്ളൊരു കാരണം കാണുകയാണെങ്കിൽ നമ്മുടെ ടുബാക്കോ യൂസ് കുറഞ്ഞു വരിക. ടുബാക്കോ ചൂയിങ് കേരളത്തിൽ വളരെ കുറവാണ്. ഞാൻ MBBS ഒക്കെ ചെയ്യുന്നത് കഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ചെയ്ത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ പുകവലിക്കുന്ന ഒരുപാട് പേരെ നമ്മളിങ്ങനെ കാണുമായിരുന്നു റെയിൽവേ സ്റ്റേഷനും എവിടെ പോയാലും. ഇപ്പോൾ അതൊക്കെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മൾ ലെജിസ്ലേഷൻസ് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കുറഞ്ഞതുകൊണ്ട് താരതമ്യേന ഒരു നമ്പർ കേരളത്തിൽ കൂടിയിട്ടുണ്ടാവാം മറ്റേ ടുബാക്കോ ഉപയോഗിക്കാത്തവരുടെ നമ്മൾ കാണുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കുന്നവരാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ, അതായത് ഇപ്പം പല്ല് കേടായിട്ടുള്ള പല്ലുകൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നു. അപ്പം കാരണം ഷാർപ്പ് ടൂത്ത്, അപ്പം മൂർച്ചയുള്ള പല്ല് കാരണം ഇപ്പം നാവയിലൊക്കെ തട്ടുന്നു, അത് കാരണം ഉണ്ടാകുന്ന അൾസേഴ്സ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടോ, അത് നമ്മൾ നോക്കണം. പിന്നെ വൈറസുമായി ബന്ധപ്പെട്ടുള്ള HPV വൈറസ് എന്നൊക്കെ പറയുന്നത്, അത് പക്ഷേ നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം വായിലുണ്ടാവുന്ന ഓറൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മുൻഭാഗത്തേക്ക് ഉണ്ടാകുന്ന ക്യാൻസറിനെയാണ് അപ്പോൾ ഉദ്ദേശിക്കുക. അപ്പോൾ അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റു മോളിക്കുലാർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് അതും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊരു പഠനം ഇപ്പം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചുമായി ചേർന്നിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ കാണാനുള്ളത്, ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് റിസൾട്ട്സ് വളരെ നല്ലത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേജ് 1, 2, 3, അപ്പം നമ്മുടെ ഇവിടെ ഒരു 90% കൂടുതൽ ആളുകൾക്കും ഈ ഓറൽ ക്യാൻസർ ഭേദമാവുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ. അപ്പം രണ്ടുമുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കാണുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധ വെക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും പേടിയുള്ളൊരു അസുഖമാണ്, എല്ലാവരെയും വിഷമിപ്പിക്കുകയും അറ്റ് ദ സെയിം ടൈം പെട്ടെന്നൊരു ഫിയർ, അതെന്തിനോന്നറിയില്ല, അതും നമ്മളുടെ ഉള്ളിലേക്ക് വരും ഒരാൾ ഇതിൽ ഡയഗ്നൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ, അല്ലേ? അത് എത്ര നമ്മൾ അഡ്വാൻസ്ഡ് ആയെന്ന് പറഞ്ഞാലും യു ആർ ഡയഗ്നൈസ്ഡ് വിത്ത് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് അപ്സെറ്റ് ആവും. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ആണ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരല്പം ആശ്വാസം കിട്ടുന്ന 2 ക്യാൻസറാണ് ഇത് രണ്ടും. കാരണം അതിൽ കിട്ടുന്ന റിസൾട്ടും അത് ക്യൂറബിൾ ആണ് എന്ന് പബ്ലിക്കിന് അറിയാവുന്ന ഒരു ഫാക്ടറും അതൊക്കെ കൂടി കൊണ്ടായിരിക്കണം ബ്രസ്റ്റ് ക്യാൻസർ ഓക്കെ അത് റിമൂവ് ചെയ്താൽ ഏർലി സ്റ്റേജ് ആണെങ്കിൽ ഓക്കെ നമുക്ക് സമാധാനം, ആദ്യത്തെ ഒരു പീരീഡ് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. അതേപോലെ തന്നെ കേൾക്കുന്ന ഒന്നാണ് ഈ ഹെഡ് ആൻഡ് നെക്കിൽ വരുന്നതാണെങ്കിലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ, അത് ആദ്യമേ തന്നെ അറിയുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫാക്ടർ എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും അതിലൊരുപാട് ഞാൻ Oh. പറഞ്ഞില്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓറൽ ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ, ഈ വായിലുണ്ടാകുന്ന ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3 സ്റ്റേജ് നമുക്ക് വളരെ നല്ല റിസൾട്ട്സാണ്. കേരളത്തിൽ തീർച്ചയായിട്ടും വളരെ നല്ല റിസൾട്ട്സാണ്. നമുക്കൊരു 90% കൂടുതൽ ആളുകൾക്കും അത് ഭേദമാക്കാൻ പറ്റും. മാത്രമല്ല നമുക്കിപ്പോൾ ഒരു ഈ ചെറിയൊരു തുടക്കത്തിലുള്ള ഒരു അൾസറേഷനായിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പാട് ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയുന്നത് അതായിട്ടോ കാണുകയോ ചെയ്താൽ നമുക്കത് അസുഖം വരുന്നതിന് മുമ്പ് തന്നെ മാറ്റാൻ പറ്റും. അപ്പം പിന്നെ നമ്മളത് പെട്ടെന്ന് കാണാനും സാധ്യതയുണ്ട്, നാവയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ നല്ലൊരു കാര്യമാണ് തുടക്കത്തിലേക്ക് കാണുവാണെങ്കിൽ. പിന്നെ തൈറോയ്ഡ് ക്യാൻസർ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട്സ് ഉള്ള ഒരു ഇതാണ്. നമ്മൾ ട്രീറ്റ് ചെയ്ത പൂർണ്ണമായിട്ടും തന്നെ ക്ലോസ് ടു 100% ആളുകളിലും മാറാൻ പറ്റുന്ന ഒരിതാണ്. പക്ഷെ അതേപോലെ തന്നെ രമ്യ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്കെപ്പോഴും ഒരുപാട് പേടി ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം പലപ്പോഴും അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അറിയുന്നുണ്ടായിരിക്കും. അതിപ്പോൾ സർജറി ആണെങ്കിലോ റേഡിയേഷൻ ആണെങ്കിലോ കീമോതെറാപ്പി ആണെങ്കിലോ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആയിരിക്കാം നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. പിന്നെ എല്ലാ ആളുകൾക്കും അസുഖം മാറുന്നില്ല എന്നുള്ള ആ ഒരു ഫിയർ, കാരണം നമുക്കെപ്പോഴും മാറാത്ത ആളുകളെ പറ്റിയുള്ള കഥകളൊക്കെ അല്ലേ നമ്മളെപ്പോഴും മനസ്സ് നിൽക്കുക. അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചിലവ് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് ജോലി നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ. അപ്പോൾ നമുക്കിത് വളരെ ഒരു സമീപിക്കേണ്ടത് വളരെ ഒരു എമ്പത്തിയോടുകൂടി തന്നെ ഇതിനെ സമീപിക്കണം ഈ ഒരു സാഹചര്യം. ഇനി ഇത് ഡോക്ടർ തൊട്ട് മുന്നേ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി, മൗത്ത് അൾസേഴ്സ്
ഫ്രീക്വൻ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ അത് ഉണങ്ങാതിരിക്കുമ്പോൾ ദാറ്റ് ക്യാൻ ലീഡ് ടു ക്യാൻസർ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് മൗത്ത് അൾസേഴ്സ് വരാം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാണ്ട് നമ്മുടെ ഈ ഷാർപ്പ് ടൂത്ത് നമ്മൾ ചിലപ്പോൾ ബൈറ്റ് ചെയ്യണ സമയത്ത്, ച്യൂ ചെയ്യണ സമയത്ത് അറിയാണ്ട് നമ്മുടെ നാവിൽ നമ്മൾ കടിക്കാം, അല്ലെ നമ്മുടെ ഈ മോണയിൽ ചീക്സിനുള്ളിൽ നമ്മൾ കടിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് മൗത്ത് അൾസേഴ്സ് വരും. ചില ആൾക്കാരിൽ ഈ ഒരു ഹാബിറ്റ് വളരെ കൂടുതലായിട്ടുണ്ട്. അത് മേ ബി സം അതർ റീസൺസ് അവർക്ക് ഈ മൗത്ത് അൾസേഴ്സ് കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രീക്വൻസി കൂടുതലായിട്ട് വരുമ്പോഴും ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന മൗത്ത് അൾസേഴ്സും അതിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരിൽ ഇങ്ങനെ വരാൻ, ഈ ക്യാൻസർ വരാനുള്ള ചാൻസസ് ലേറ്റർ സ്റ്റേജിൽ അതിനകത്ത് പോസിബിലിറ്റീസ് കൂടുതലാണോ? മൗത്ത് അൾസേഴ്സ് നമുക്ക് സാധാരണ മൗത്ത് അൾസേഴ്സ് വളരെ കോമൺ ആണല്ലോ. അതെ. അപ്പോൾ അത് വരുന്നത് പൊതുവെ കുറച്ച് ദിവസം കൊണ്ട് അങ്ങ് മാറും. മിക്കവാറും ഒരാഴ്ച ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വായിലൊരു അൾസർ വന്നു അത് മാറാതിരിക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്കൊരു ഒരു 2 to 4 വീക്സ് കഴിഞ്ഞിട്ടും അൾസർ മാറാതിരിക്കുന്നു, അത് മാറാതിരിക്കുന്നതും കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അൾസർ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ചില വെള്ളപ്പാടൊക്കെ വന്നാലും നമ്മൾ ചിലപ്പം ഡോക്ടറെ കാണിച്ചാലും ചിലപ്പോൾ ഡോക്ടറാണെങ്കിലും പെട്ടെന്ന് ചെറിയ കാര്യമായിട്ട് കാണാം. കാരണം നമ്മൾ എല്ലാവരും എപ്പോഴും ക്യാൻസർ അല്ലല്ലോ ട്രീറ്റ് ചെയ്യുന്നത്, അപ്പോൾ സാധാരണ പ്രശ്നങ്ങളല്ലേ കൂടുതലും കാണുന്നത്. അപ്പം നമ്മൾ പിന്നെ അടുത്തത് വേറൊരാളെ കാണിക്കും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് മാറാതിരിക്കുന്നത്, അതായത് കുറേ കാലമായിട്ട് ഇങ്ങനെ മാറാതിരിക്കുന്നു. ചിലപ്പം ബയോപ്സി എടുത്തിട്ടുണ്ടാവാം. ബയോപ്സി എടുക്കുന്ന ഒരു അവസ്ഥയിൽ കുഴപ്പമില്ലാത്തതായിരിക്കാം, ആ ഒരു അവസ്ഥയിൽ കുഴപ്പമില്ലാത്ത റിപ്പോർട്ടായിരിക്കാം വന്നിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും മാറാതിരിക്കുന്നു. അപ്പം നമ്മൾ ഓൾറെഡി ബയോപ്സി റിപ്പോർട്ടിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുന്നു. ഇതൊക്കെ പലപ്പോഴും പ്രശ്നമാവാറുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാറാതിരിക്കുന്നത്, കൂടിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ ഒരേ സൈറ്റിൽ തന്നെ വരുന്നത്. ഇപ്പം സൈറ്റ് മാറി മാറി വായിൽ തന്നെ പല സ്ഥലത്ത് ഒരു അൾസറേഷൻ വരുന്നതും മാറിപ്പോകുന്നതും ഒരേ സൈറ്റിൽ തന്നെ മാറാതെ ഇരിക്കുന്നതും അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബയോപ്സി നെഗറ്റീവായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്ന് റിലാക്സ്ഡ് ആവുമല്ലോ. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞില്ല, അങ്ങനെ അത് എന്തുകൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ അതൊരു നെഗറ്റീവായിട്ട് കാണിക്കുന്നുണ്ടാവുക? ആ സമയത്ത് ഈ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ പെത്തോളജി പരിശോധനയല്ല നമ്മളിപ്പോൾ ബയോപ്സി എടുക്കുന്നത്. അപ്പോൾ അതിലുള്ള ചില ഫീച്ചേഴ്സ് വരുമ്പോഴാണ് പെത്തോളജിസ്റ്റ് ക്യാൻസർ എന്ന് പറയുക. അപ്പോൾ ആ ഒരു ഫീച്ചർ ഈ ബയോപ്സി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വന്നിട്ടുണ്ടാവണമെന്നില്ല. അല്ലെ ബയോപ്സി എടുത്ത സൈറ്റിൽ ഇപ്പോൾ നമുക്കൊരു 1-2 സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു അസുഖത്തിൽ ചെറിയൊരു ബയോപ്സി എടുത്താൽ ചിലപ്പോൾ ആ സൈറ്റിൽ പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഞാനെപ്പോഴും അതിൽ കാണുന്നത് മാറാതിരിക്കുന്നതും ഒരേ സൈറ്റിലും വരുന്ന ഒരു അൾസറേഷനാണ്. അതിനുള്ള ചില ഫീച്ചേഴ്സ് കൂടെ കാണുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് തന്നെ ബയോപ്സി നെഗറ്റീവ് ആണെങ്കിലും മുഴുവനായിട്ട് എടുക്കുന്നത് തന്നെ ആലോചിക്കാം. കാരണം പലപ്പോഴും വളരെ ഡെപ്തിലൊന്നും എടുക്കണ്ട, വളരെ സൂപ്പർഫിഷ്യലായിട്ട് എടുത്ത് ആ പ്രശ്നം മുഴുവനായിട്ട് ഒരുപക്ഷെ തീരാനുള്ള സാധ്യത എപ്പോഴും ഉള്ളത്. ഓക്കെ. ഇനി ഇത് തൈറോയിഡ് ആണെങ്കിലും, തൈറോയിഡ് ഇന്നിപ്പോൾ ലേഡീസിന് ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലേഡീസിൽ കൂടുതലും കാണുന്നത് തൈറോയ്ഡ് ക്യാൻസേഴ്സ് ആണെന്ന് പറഞ്ഞു. ഈ തൈറോയ്ഡ് ക്യാൻസർ ചില ആൾക്കാരിൽ, ഇപ്പം ഞാൻ എൻ്റെ ഒരു കേസ് പറയട്ടെ, എനിക്ക് പ്രഗ്നൻസിയിൽ എനിക്ക് ബ്ലഡിലാണ് ഹോർമോണൽ ഇംബാലൻസ് വന്നപ്പം ഞാൻ ഡയഗ്നൈസ് ചെയ്തു. ഞാനിപ്പോൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നെപ്പോലെ ബ്ലഡിലുള്ള തൈറോയിഡ് ഉള്ള ആൾക്കാരുണ്ടാവാം, അതല്ലാത്ത പക്ഷം ചില ആൾക്കാർക്ക് ഗ്ലാൻഡിലുള്ള ഇതുള്ളതുണ്ട്. ഇങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം വൺസ് ചില ആൾക്കാരിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ലൈഫ് ലോങ് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കണം അല്ലേ? ചില ആൾക്കാരിൽ ആൻറ്റിബോഡി നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് ഒരു പീരീഡ് ഓഫ് ടൈം കഴിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ സ്റ്റോപ്പ്. ഇനി അങ്ങനെ ഒരു കണ്ടിന്യൂസ് കഴിക്കുന്ന ഒരു പേഷ്യൻറ്റിന് അവർക്ക് പോസിബിലിറ്റീസ് കൂടുതലാണോ തൈറോയിഡ് ക്യാൻസർ ലേറ്റർ വരാനായിട്ട്? നമ്മളിതിനെ 2 രീതിയിൽ കാണണം. ഈ തൈറോയിഡ് ഹോർമോൺ പുറപ്പെടുവിക്കുന്നു. അപ്പം അത് വേറൊരു തരം അസുഖമാണ്. അതായത് ഹോർമോണിൻ്റെ കുറവ് കൂടുതൽ. അപ്പോൾ കൂടുതലും എൻഡോക്രൈനോളജി ഡോക്ടറായിരിക്കും അതിനെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ തൈറോയിഡിൻ്റെ പലപ്പോഴും ആളുകൾക്കുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നോർമലാണ്, അപ്പോൾ തൈറോയിഡുമായി ബന്ധപ്പെട്ട മുഴകളൊന്നും പ്രശ്നമല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാൻസറൊന്നും വരില്ല എന്നുള്ള ഒരു ചിന്ത വരും. പക്ഷേ അതങ്ങനെയല്ല. അപ്പം തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നോർമലാണ് എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ നോർമലാണ്. അതിലെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മെഡിസിൻ എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ. പക്ഷേ തൈറോയിഡ് ക്യാൻസർ എന്ന് പറയും തൈറോയിഡിലുണ്ടാവുന്ന മുഴകളിലുണ്ടാവുന്ന ഒരു ക്യാൻസറസ് ചേഞ്ച്. അപ്പോൾ തൈറോയിഡിലെ മുഴകളുണ്ടെന്ന് വെച്ചിട്ട് അതും നമ്മളെല്ലാം പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു അൾട്രാസൗണ്ട് നെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് അൾട്രാസൗണ്ട് നെക്കൊക്കെ ചെയ്യും. അല്ലെങ്കിൽ കഴുത്തിന് വേദന വന്നാൽ നമ്മൾ സ്കാനും ഒക്കെ ചെയ്യും, CT സ്കാനും ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ MRI ചെയ്യും. അത് പണ്ടത്തേക്കാൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതും കൂടി ഒരു കാരണമാണ് തൈറോയ്ഡ് ക്യാൻസേഴ്സ് നമ്മൾ കൂടുതലായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനുള്ളത്. കാരണം ഇൻസിഡൻ്റലായിട്ട് നമ്മൾ തൈറോയിഡിൽ ഒരു മുഴ കാണുന്നു.
ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുവാണെങ്കിൽ, ജനറലായിട്ടൊരു അൾട്രാസൗണ്ട് ചെയ്യുവാണെങ്കിൽ ഒരു 2 ആളുകൾക്ക് തൈറോയിഡിൽ നൊഡ്യൂൾസ് കാണും. ഓക്കെ. അപ്പോൾ അതെല്ലാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം ഓക്കെ. നമ്മൾ ട്രീറ്റ്മെൻറ്റോ പരിശോധനയോ നടത്തേണ്ടതില്ല. പക്ഷേ അതിലുള്ള ചില ഫൈൻഡിങ്സ്, അതിൻ്റെ ഒരു സൈസ്, ബാക്കിയുള്ള ഫൈൻഡിങ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത് പരിശോധിക്കണമെന്ന് തീരുമാനം. ഇനി പരിശോധിക്കുന്നതിൽ തന്നെ അതിൻ്റെ ഫൈൻഡിങ്സിൽ ചിലതിലാണ് നമുക്കിപ്പോൾ അതിനൊരു സർജറിയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതേ ഉള്ളൂ, നമ്മളിതിനെ രണ്ടായിട്ട്, തൈറോയിഡിൻ്റെ നൊഡ്യൂളുണ്ട്, തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമലായിരിക്കാം. തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമലാണ്, തൈറോയിഡിൻ്റെ ഈ ബ്ലഡ് ടെസ്റ്റ് നോർമലാണെന്ന് വെച്ചിട്ട് തൈറോയിഡിലെ മുഴ പ്രശ്നമല്ലാതെ ആയിരിക്കുന്നില്ല. അപ്പോൾ അതേപോലെ തൈറോയിഡിൽ ഒരു ക്യാൻസർ ഉണ്ടെന്ന് വെച്ചിട്ട് തൈറോയിഡിൻ്റെ ഹോർമോൺ നോർമലായിരിക്കാം. അപ്പോൾ അത് രണ്ടിനെയും നമ്മൾ രണ്ടായിട്ട് കാണും. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ പല ആളുകൾക്കും ഒരു ധാരണയുണ്ട്, തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നോർമലായിരുന്നു. എൻ്റെ അടുത്ത് പലപ്പോഴും വന്ന് തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലായിരുന്നു ഡോക്ടറെ, പിന്നെ എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്. ഇത് രണ്ടും രണ്ട് പ്രശ്നമാണ്. ഓക്കെ. അപ്പം ഈ തൈറോയിഡ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഏതെങ്കിലും ഒരു രീതിയിൽ ബ്ലഡിലുള്ള തൈറോയിഡോ ഗ്ലാൻഡിലുള്ള ഇഷ്യൂസോ അങ്ങനെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് മാത്രമേ തൈറോയിഡ് ക്യാൻസർ വരുള്ളെന്നുണ്ടോ? അതോ ചില ആൾക്കാരിൽ നമ്മൾ ബാക്കിയുള്ള ക്യാൻസർ പറയുന്ന പോലെ ഒരു സിംറ്റവും ഇല്ല, തൈറോയിഡിൻ്റെ ഒരു കുഴപ്പവുമില്ല, ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമലായിട്ട് നിന്നിട്ട് കുറേ നാളുകൾക്ക് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഇതിൽ പിന്നീട് അങ്ങനെ അവർക്കൊരു ഓവർനൈറ്റിൽ അവർ ഡിറ്റക്റ്റ് ചെയ്യുകയാണ് തൈറോയിഡ് ക്യാൻസർ, അങ്ങനെയും വരാമോ? അപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ ഒരു വാസ്റ്റ് മെജോറിറ്റി, നമുക്കൊരു 95% പെട്ടെന്ന് വളരുന്ന ടൈപ്പ് ക്യാൻസേഴ്സ് അല്ല, സ്ലോ ഗ്രോയിങ്. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് ലക്ഷണങ്ങളൊന്നും കാണുകയില്ല. അപ്പോൾ അത് വളരെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേ അറിയുള്ളൂ. നമ്മൾ ശരിക്കും അറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കുറേ അങ്ങ് കൂടി കഴിയുമ്പോഴേ അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് അറിയുള്ളൂ. ഇപ്പോൾ അവിടെയുള്ള ഞരമ്പിനെ ബാധിക്കുക, ശബ്ദത്തിൻ്റെ ഞരമ്പിനെ ബാധിക്കുക, അല്ലെങ്കിൽ അവിടെ വിൻ പൈപ്പിനെ ബാധിക്കുക, ആ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും ലക്ഷണങ്ങൾ അറിയുക. ചിലത് എന്താ വെച്ചാൽ നമ്മൾ മുഴ പുറത്തേക്ക് കാണും. അപ്പം അങ്ങനെയാണ്, അതാണ് കൂടുതലും പിന്നെ വേറൊരു ഇതായിട്ട് കാണാം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് മെജോറിറ്റിയും ഇൻസിഡൻ്റൽ ആയിട്ടുള്ള ഒരു ഡിറ്റക്ഷനാണ്. പലപ്പോഴും സ്കാൻ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു സ്കാൻ ചെയ്യുമ്പം ഇത് കാണുന്നു, അങ്ങനെ പരിശോധന നടത്തുമ്പോൾ തൈറോയ്ഡ് ക്യാൻസർ ആണെന്ന് അറിയുന്നു. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ മെജോറിറ്റി മുഴകളും വളരെ മെല്ലെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ലക്ഷണങ്ങൾ അങ്ങനെ അറിയുന്നില്ല. മാസങ്ങളോളോ ചിലപ്പോൾ വർഷങ്ങളോളോ സമയമൊക്കെ എടുത്തിട്ടായിരിക്കും അത് വളരുക. എല്ലാം വളരണമെന്നില്ല. ചിലർക്ക് ഇന്നർ ഗ്രോത്ത് ആവുമല്ലോ, ഉള്ളിലോട്ടും ആവാം. പിന്നെ ചില തൈറോയ്ഡ് ക്യാൻസേഴ്സ് ആണെങ്കിലും അത്ര വളരണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളിപ്പോൾ മുഴകളുണ്ടെന്ന് വെച്ചിട്ട് അതെല്ലാം കയറി പരിശോധിക്കണം എന്നില്ല. അപ്പോൾ അതിനായിട്ടുള്ള ഇപ്പോൾ ഒരു സെൻറ്റിമീറ്റർ താഴെയുള്ള ഒറ്റ ഒരു മുഴയായിട്ടൊക്കെ നിൽക്കുക, നമ്മളത് പരിശോധിക്കാതിരിക്കുകയാണ് പലപ്പോഴും നല്ലത്. പക്ഷേ അൾട്രാസൗണ്ട് ഫൈൻഡിങ് ഒക്കെ അനുസരിച്ച് ഡോക്ടർ ഒരു ഡിസിഷൻ എടുക്കണം. അങ്ങനെ ആയിരിക്കുമ്പോഴും നമ്മൾ വെറുതെ കയറി പരിശോധിച്ചാൽ ചിലപ്പോൾ നമുക്ക് കൃത്യമായ ഒരു റിപ്പോർട്ട് കിട്ടണമെന്നില്ല. ഇനിയിപ്പോൾ കിട്ടിയാൽ പോലും അത് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ, കാരണം അത്ര ഒരു നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള പഠനങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഈ ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ അങ്ങനെയാണെങ്കിൽ ക്യാൻസറിലേക്ക് വരാനായിട്ട് ചാൻസസ് കൂടുതൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് രണ്ടും അത് വേറൊരു പ്രശ്നമായിട്ട് തന്നെ കാണാം, തൈറോയ്ഡ് ഫംഗ്ഷൻ അബ്നോർമാലിറ്റീസ്. പക്ഷേ എന്നാലും ഹൈപ്പോ, അതായത് ഫംഗ്ഷൻ കുറഞ്ഞ ആളുകളിലാണ് എന്തെങ്കിലും ഒരു നമുക്കിത് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് കാണാറുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് ഒരാൾക്ക് ഇപ്പോൾ തൈറോയിഡ് ഇതുണ്ടെങ്കിൽ അവർ ഈ ഡോക്ടർ മുന്നേ പറഞ്ഞ പോലെ ബ്രീതിങ് ടൈമിലോ അല്ലെങ്കിൽ വിൻ പൈപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചൂ ചെയ്ത് ഇറക്കുമ്പോഴോ അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി തോന്നുമ്പോഴായിരിക്കുമല്ലോ ഒരാൾ പോയി ഡോക്ടറിനെ കണ്ടിട്ട് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ആയിരിക്കുമല്ലോ അവർ അതിൻ്റെ ഒരു ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലേ? അല്ലാതെ വേറൊരു നമ്മൾ റാൻഡമായിട്ട് T3, T4, TSH ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ നമുക്ക് ഇതിൻ്റെ ഒരു ഏർലി സ്റ്റേജ് ആണ് ഇതെന്നുള്ളത്? ഇല്ല, ഈ T3, T4, TSH വഴി നമുക്ക് മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഞാൻ എപ്പോഴും കാണാറുള്ളത്, ഒന്ന് നൊഡ്യൂളായിട്ട് മറ്റാരെങ്കിലും ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മളടുത്ത് പറയുന്നു. നമുക്ക് പ്രത്യേകിച്ച് വലിയ ലക്ഷണങ്ങളൊന്നും തുടക്കത്തിൽ അറിയാത്തതുകൊണ്ട്, പക്ഷേ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ നമ്മളുടെ അടുത്തുള്ള ആളുകൾ കണ്ടേക്കാം. പിന്നെ നമ്മുടെ സ്വന്തമായിട്ട് ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങനെ തടവുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നൊഡ്യൂൾ കാണാം, ഫീൽ ചെയ്യാം, അങ്ങനെ വരുന്നതാണ്. പിന്നെ ഈ ലക്ഷണങ്ങളായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പം ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഡിസ്കംഫർട്ട്,
ശ്വാസം എടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ കുറച്ചുകൂടെ ഒരു ലേറ്റ് ആയിട്ട് വരുന്ന സിംറ്റംസാണ്. ഓക്കെ. പക്ഷെ അങ്ങനെയും വരാറുണ്ട്. പക്ഷെ അത്രത്തോളം ലേറ്റ് ആയിട്ട് അറിഞ്ഞാലും 100% ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ തൈറോയ്ഡ് ക്യാൻസർ? കുറച്ചൊരു ഹയർ സ്റ്റേജിലേക്ക് വരുമ്പോൾ പോലും വളരെ നല്ല റിസൾട്ട്സ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെ ഒരു മോർബിഡിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് കുറേ കൂടുതലും. ഇപ്പം നമ്മൾ വിൻ പൈപ്പിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഈ ശബ്ദത്തിൻ്റെ ഞരമ്പിനെ ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർജിക്കൽ കറക്ഷൻ കൂടെ വേണ്ടി വരും. ഇപ്പം ഞരമ്പിനെ ബാധിക്കുകയാണെങ്കിൽ ആ ഞരമ്പ് എടുത്ത് കളയുകയും അതിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ. പിന്നെ കഴുത്തിലുള്ള ലിംഫ് നോട്ട്സ് ഈ കഴലകളിലേക്ക് പടർന്നിട്ടുണ്ടെങ്കിൽ കഴലകൾ ക്ലിയർ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ അസുഖം അഥവാ ലങ്സിലേക്ക് എങ്ങാനും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലപ്പോൾ മരുന്നുകൾ ചിലപ്പോൾ എടുക്കേണ്ടി വരാം, പേഷ്യൻ്റ് സിംറ്റമാറ്റിക് ആണെങ്കിൽ. പിന്നെ അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ കൂടും. ഈ സർജറിക്ക് ശേഷമുള്ള റേഡിയോ അയഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് വേണ്ട ആളുകൾ കുറച്ചുകൂടെ ഹയർ റിസ്ക് ഗ്രൂപ്പിനാണ് നമുക്ക് വേണ്ടി വരിക. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ബാലൻസ് വേണം. നമ്മൾ കുറേ അങ്ങ് കൂടിയ ശേഷം ട്രീറ്റ് ചെയ്യാനും. അപ്പം വ്യക്തമായിട്ട് നമുക്ക് ഉത്തരങ്ങളൊന്നും അതിൽ പറയാൻ പറ്റില്ല. എപ്പോൾ ട്രീറ്റ് ചെയ്യണം, കുറച്ച് എത്ര വെയിറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇത്രയാണ്, ഇപ്പോൾ ഒരു ചെറിയ നൊടിയുൾ 1 സെൻറ്റിമീറ്റർ താഴെയുള്ളത്, അതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ഒരാളുകളാണെങ്കിൽ നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഈ വോക്കൽ കോർഡിന് സ്ട്രെയിൻ വരുന്ന ഒരുപാട്, അത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ, ശബ്ദം വെച്ച് ഒരുപാട് ചെയ്യുന്ന, പ്രൊഫഷനായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവല്ലോ, സിംഗേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ സാധാരണ ഒരു കോമൺ മെന്നേക്കാളും അവരുടെ വോക്കൽ കോർഡിന് അവർ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലോങ് ഇയേഴ്സിൻ്റെ ഇത് അങ്ങനെയുള്ള ഈ പ്രൊഫഷനിൽ നിൽക്കുന്നവർക്ക് ഇതൊരു സ്ട്രെയിൻ ആവുമ്പോൾ അത് ലീഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ടോ ഇത്തരത്തിലുള്ള ക്യാൻസറിലേക്ക്? അതിനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. അതായത് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോക്കൽ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാം. പക്ഷെ അതൊരു ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. ഓക്കെ, ശരി. ഇനി ഇത് ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് ഡോക്ടർ? ഇപ്പോൾ തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ ആ ഗ്ലാൻഡ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതോടെ അങ്ങനെയാണോ ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴും അതോടെ അത് കംപ്ലീറ്റ് ക്യൂറബിൾ ആവുമെന്നാണോ, അതോ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? തൈറോയ്ഡ് ക്യാൻസർ വരികയാണെങ്കിൽ നമ്മൾ ഗ്ലാൻഡ് ഒന്ന് അതിൻ്റെ എത്രത്തോളം ഉണ്ട്, ഒറ്റ നൊടികളാണ്. തൈറോയ്ഡ് 2 ലോബ് ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് തൈറോയ്ഡ്, ഒരു ചിത്രശലഭത്തിൻ്റെ പോലെ. അപ്പോൾ അതിൽ ഒരു ലോബിൽ മാത്രമാണ് അസുഖം, ഒരു നൊടിയുളേ ഉള്ളൂ. ചിലപ്പോൾ ആ ലോബ് മാത്രം എടുത്താൽ മതിയാവുമായിരിക്കും. പക്ഷെ ഒന്നിൽ കൂടുതൽ നൊടികളുണ്ട്, അല്ലെങ്കിൽ നൊടികളുടെ വലിപ്പം കൂടുതലുണ്ട്, ചുറ്റുമുള്ള ടിഷ്യൂലേക്കൊക്കെ പടരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് തൈറോയ്ഡ് മുഴുവനായിട്ട് എടുത്ത് മാറ്റേണ്ടി വരും. പൊതുവേ നമ്മൾ അങ്ങനെ എടുത്ത് മാറ്റി, ഇപ്പോൾ കഴുത്തിലുള്ള ലിംഫ് നോഡിലേക്ക് പടർന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെത്തോളജി റിപ്പോർട്ട് വരുമല്ലോ, ഇത് പരിശോധനയ്ക്ക് അയച്ചിട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വേറെ റിസ്ക് ഗ്രൂപ്പായിട്ട് തിരിക്കും. അത് ലോ ആണോ, ഇൻ്റർമീഡിയറ്റ് ആണോ, ഹൈ റിസ്ക് ആണോ. ഇത് അമേരിക്കൻ തൈറോയ്ഡ് അസോസിയേഷൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ എന്താണെന്ന് വെച്ചാൽ, ലോ റിസ്ക് ആണെങ്കിൽ നമ്മളത് ഫോളോ അപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ. അതായത് ഈ ബ്ലഡ് ടെസ്റ്റും അൾട്രാസൗണ്ട് കഴുത്തേണ്ടതും വെച്ചിട്ട്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഹൈ റിസ്ക് ആണെങ്കിൽ നമ്മൾ റേഡിയോ അയഡിൻ്റെ ഒരു സ്കാൻ ചെയ്യും. അതൊരു 3 മാസം ആകുമ്പോൾ ചെയ്യും. അതിൽ നിന്നുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേഷ്യൻസിന് റേഡിയോ അയഡിൻ തെറപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, ഈ റേഡിയോ അയഡിൻ മരുന്ന് തന്നെ ഒരു തെറപ്യൂട്ടിക് ഡോസിൽ കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. ഇപ്പം മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു, ഇതൊക്കെ സർജിക്കലി നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ്. പക്ഷേ ഇപ്പം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു എന്നിരിക്കട്ടെ, അപ്പോൾ അങ്ങനെയുള്ളടത്ത് തീർച്ചയായിട്ടും റേഡിയോ അയഡിൻ തെറാപ്പി നമുക്ക് വേണ്ടി വന്നേക്കും. പിന്നെ അതിന് പുറമേ മറ്റു ട്രീറ്റ്മെൻറ്റും ചിലപ്പോൾ വേണ്ടി വരും. റേഡിയേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം. പിന്നെ വേറെ ഇമ്മ്യൂണോതെറാപ്പി, അങ്ങനത്തെ കൂട്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാം. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ പുകയില എടുക്കുന്ന ആൾക്കാരുടെ ഒരു കാറ്റഗറി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കാണുന്ന വേറൊന്നാണ് വെറുതെ പാക്ക് വായിലിട്ടിട്ട് പാക്ക് ഇങ്ങനെ ചൂ ചെയ്തുകൊണ്ട് നടക്കുന്ന കൂട്ടരും ഉണ്ട്. അത്തരത്തിൽ യൂസ് ചെയ്യുന്നതും ഇങ്ങനെ ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും. പാക്കും ഈ ഇതുപോലത്തെ ഒരു അഡിക്ഷനും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. കാരണം ഞാൻ പലപ്പോഴും പല ആളുകളെയും കണ്ടിട്ടുണ്ട്. അവർ ടുബാക്കോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 20 വർഷം മുമ്പൊക്കെ കുറച്ചു കാലം കോളേജിൽ പഠിക്കുമ്പോൾ ഒരു 6 മാസം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടെയുള്ള കൊലീഗ്സുമായിട്ട് ചേർന്നിട്ട് ഒരല്പകാലം അത്രേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അസുഖം വരുന്നത് ഇപ്പോൾ ഒരു 20 years ഒക്കെ കഴിഞ്ഞിട്ട് വായിൽ ക്യാൻസർ വരാം. അപ്പോൾ ഇതൊരിക്കലും നമുക്ക്
നല്ലതല്ല. അപ്പം ഇതേപോലത്തെ ഈ പാക്ക് ഉപയോഗിക്കുക ഒന്നും അതൊന്നും നമുക്കിതെല്ലാം ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും. ഓക്കെ. ഈ തൊണ്ടയുടെ ക്യാൻസർ വരുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ ഡോക്ടർ? തൊണ്ട മാറ്റുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാ അത്? അത് അതും സ്റ്റേജ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കാണുവാണ് വോക്കൽ കോഡ് കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ പ്രൊസീജിയറായിട്ട്, അതായത് പേഷ്യൻ്റ് വരുന്നു അന്ന് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് ട്രാൻസ്ഓറൽ ലേസർ സർജറി എന്ന് പറയും. വായിക്കൂടെ തന്നെ ലേസർ ഉപയോഗിച്ച് വോക്കൽ കോഡിൻ്റെ അസുഖമുള്ള ഭാഗം ചെറിയൊരു മാർജിൻ, ഒരു 1 to 2 മില്ലിമീറ്റേഴ്സ് മാർജിനോട് കൂടി എടുത്ത് മാറ്റുന്നു. മിക്കവാറും ഒരു 90% നമ്മൾ ഒരു 94% ആളുകളിലും അത് ക്യൂർ ആവുന്നതായിട്ടാണ് നമ്മളുടെ ഒരു ഡേറ്റ. അപ്പം വളരെ നല്ല റിസൾട്ട്സാണ്. പക്ഷേ കാരണം എന്താ വെച്ചാൽ ഈ വോക്കൽ കോഡിൻ്റെ എഡ്ജസിലേക്ക് വരുന്ന സ്ഥലത്ത് നമുക്ക് ഈ ബ്ലഡ് സപ്ലൈയും അതിൻ്റെ ലിംഫാറ്റിക് ഡ്രെയിനേജും ഇപ്പോൾ ഈ കടലുകളിലേക്ക് പടരാനുള്ള സാഹചര്യമൊക്കെ വളരെ കുറവാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു അനാറ്റമി. പക്ഷേ കുറച്ചുകൂടി അങ്ങ് മാറിക്കഴിയുമ്പോൾ സ്റ്റേജ് മാറുന്നതനുസരിച്ചിട്ട് അത് കഴുത്തിലോട്ട് പടരാനുള്ള സാധ്യത കൂടും. നമ്മുടെ ഇപ്പം ഇവിടെയുള്ള തരുണാസ്ഥിയുണ്ട്, കാട്ട്ലേജിലേക്ക് പടരാനുള്ള സാധ്യത കൂടും. അങ്ങനെ വരുമ്പം നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ തൊണ്ട മുഴുവൻ എടുത്തു മാറ്റുക എന്ന് പറയുന്ന സർജറി ആവാം, അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പിയും കൂടെ ചേർന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവാം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അതുപോലെ തന്നെ ഇരിക്കും. ഈ തൊണ്ട എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു മാറ്റിക്കഴിഞ്ഞിട്ട് എങ്ങനെ പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു റീപ്ലേസ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത്? തൊണ്ട നമ്മൾ എടുത്ത് മാറ്റുക എന്ന് പറയും. തൊണ്ടയ്ക്കുള്ള ഒരു ഫങ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ നമ്മുടെ ശ്വാസകോശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ട നമ്മളുടെ അടയണം, അല്ലെങ്കിൽ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് പോകാം. അപ്പോൾ ഈ 2 ഫങ്ഷനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. തൊണ്ട എടുത്ത് മാറ്റുക എന്ന് പറയുമ്പോൾ, കാരണം തൊണ്ട പലപ്പോഴും അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൽ ക്യാൻസർ ഉണ്ടാവാം. തൊണ്ട ഫങ്ഷൻ ചെയ്യാതിരുന്നാലും നമുക്ക് പ്രശ്നമാണ്. ഇപ്പോൾ റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേർക്ക് തൊണ്ട ഫങ്ഷൻ ചെയ്യാണ്ടങ്ങായി പോവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ വെള്ളം കുടിക്കുന്നതോ ഒക്കെ ലങ്സിലോട്ടൊക്കെ പോവാം. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തൊണ്ട എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് തൊണ്ടയുടെ ഈ മേൽഭാഗം, ലാരിങ്സ്, നമ്മളത് എടുത്ത് മാറ്റുന്നു. ഈ വിൻപൈപ്പ് പുറത്തേക്ക് തുറന്നു നിൽക്കുന്ന രീതിയിൽ കഴുത്തിലോട്ട് എടുത്ത് തുറന്നു വെക്കുന്നു. ബേസിക്കലി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വഴിയും ശ്വാസം എടുക്കുന്ന വഴിയും നമ്മളത് ഡൈവേർട്ട് ചെയ്യുകയാണ്. രണ്ടും ഇതുവരെ നമ്മൾ പൊതുവെ ഭക്ഷണം കഴിക്കുന്നതും ശ്വാസം എടുക്കുന്നതും ഒരു ജംഗ്ഷൻ, ഫുഡ് പൈപ്പും വിൻ പൈപ്പിലേക്കും. അപ്പോൾ ആ ഫുഡ് പൈപ്പ് വിൻ പൈപ്പ് എത്തുന്ന ആ ഒരു സ്ഥലം വരെ രണ്ടും ഒരേ പാസേജ് ആണ്. അതെ. അപ്പം നമ്മൾ തൊണ്ട എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് ഈ വിൻ പൈപ്പിനെ പുറത്തോട്ട് തിരിച്ചു വെക്കും, ഫുഡ് പൈപ്പിനെ സെപ്പറേറ്റ് ആവും. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഫുഡ് പൈപ്പ് വഴി ഭക്ഷണം പോകും, ഈ ലങ്സിലോട്ട് ഒന്നും പോകുകയില്ല. വിൻ പൈപ്പ് ഇവിടെ തന്നെ ഇരിക്കും. അപ്പം പിന്നെ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ സംസാരിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സംസാരിക്കാനുള്ള ചില നമുക്ക് വാൽവുകളുണ്ട്, സ്പീച്ച് വാൽവ്സ് ഉണ്ട്. അപ്പോൾ ഈ വിൻ പൈപ്പ് തുറന്നിരിക്കുന്നിടത്ത് നമ്മൾ ഈ വാൽവ് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ പേഷ്യൻറ്റിന് വിരൽ അടച്ചു പിടിച്ചിട്ടും ചില സമയത്ത് നമുക്കിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിരൽ അടച്ചു പിടിക്കാതെയും പേഷ്യൻറ്റിന് സംസാരിക്കാൻ പറ്റും. അപ്പം ഈ ശ്വാസകോശത്തിൽ നിന്നുള്ള വായുക്കൂടെ ഡൈവേർട്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ ഇലക്ട്രോ ലാരിങ്സ് എന്ന് പറയുന്ന ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ കഴുത്തിൽ വെച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്നത് കാണാറുണ്ട്. ഡോക്ടറിന്റെ അടുത്ത് സംശയം ചോദിക്കാനായിട്ട് ഒരാൾ കോളിലുണ്ട്, നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഹലോ അജന്തി. നമസ്കാരം അജന്തി. ഡോക്ടർ എന്റെ കൂടെയുണ്ട്, ചോദിച്ചോളൂ എന്താ ഡൗട്ട് എന്ന് വെച്ചാൽ കേട്ടോ. നമസ്കാരം അജന്തി. ഞാനേ എന്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വായുവിന്റെ ഇവിടെ സൈഡ് കടിക്കുകയും നാവ് കടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലമുണ്ടേ. അപ്പം അത് അങ്ങനെ വരുമ്പോഴത്തേനും ചെറുതായിട്ട് പൊട്ടും, പിന്നെ അത് ഹീലാവും, പിന്നെയും പൊട്ടും, ഹീലാവും. അപ്പൊ നമ്മള് ആദ്യമേ ഇവിടെ ഡോക്ടറിനെ കൊണ്ട കാണിച്ചു, അവരൊരു ഓയിൽമെന്റും കാര്യങ്ങളും ഒക്കെ തന്നു, നമ്മളത് കുഴപ്പമില്ലായിരുന്നു. പിന്നെയും അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു. അപ്പം കൊണ്ട കാണിച്ചൊരു ദന്ത ഡോക്ടറെയായിരുന്നു, അവരും മെഡിസിൻ ഒക്കെ തന്നു. മെഡിസിൻ ഒക്കെ തന്നിട്ടും ഈ ഒരു ശീലവും നമുക്ക് മാറുന്നില്ല, ഇങ്ങനെ ഈ എന്താ പറയാ ഈ പൊട്ടുന്ന ഇതും മാറുന്നില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇതൊന്ന് നീ കൊണ്ട് ചെക്ക് ചെയ്യണം, കാരണം ഇതുപോലെ ക്യാൻസറിന്റെ ഒക്കെ തുടക്കത്തില് ഇങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സംശയം, ഇത് ഞാൻ പേടിക്കേണ്ട ഒരു കാര്യമാണോ? നമ്മള് ഫ്രീക്വന്റ് ആയിട്ട് കടി വരുന്നുണ്ടെങ്കിൽ ഈ പല്ല് നമ്മുടെ അലൈൻമെന്റിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
പല്ല് കറക്റ്റായിട്ട് നിരയിലാണോ നിൽക്കുന്നത്? നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. നിരയിലാണ്. ആ, ആ. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രീക്വൻ്റ് ആയിട്ടൊരു കടി വരുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നത് അത് നമ്മളത് വായി നോക്കിയാൽ നമുക്ക് ഒരു പക്ഷേ ഒരു ഡെൻറ്റിസ്റ്റിന് ഒക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ഈ മസിൽസ് ചിലർക്ക് അങ്ങനെയുണ്ട്, കടിക്കുന്ന പ്രകൃതമുള്ള. അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മസിൽ റിലാക്സൻസ് അങ്ങനത്തെ മരുന്നുകൾ കൊടുത്താൽ യൂസ്ഫുൾ ആവാം. എപ്പോഴും അത് സാറിനോട് സംസാരിക്കുമ്പോഴും അതെ, ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ കടിച്ചു കടിച്ചു പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് നമുക്ക് അതിനൊരു പരിശോധന ആവശ്യമാണ്. ചിലപ്പോൾ അത് ഈ മസിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാവാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അതിന് മരുന്നുകൾ കൊടുക്കാം. പിന്നെ ചിലർക്ക് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനെ ഒരു കടിയുടെ പ്രശ്നമുണ്ട്, രാത്രി ഉറങ്ങുമ്പോൾ കടിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിവൈസസ് കടി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതായിരിക്കും വേണ്ടത്. അപ്പം നമുക്ക് എന്താണെങ്കിലും പല്ലിനും അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്താണെങ്കിലും അതിനൊരു ഒരു എക്സാമിനേഷൻ ആവശ്യമാണ് കേട്ടോ. പിന്നെ ഏതെങ്കിലും ഇങ്ങനെ കടി വന്നു പോയിട്ട് ഒരു അൾസറേഷൻ വരികയാണ്, അത് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം നമ്മൾ. മെഡിസിൻ ചെയ്യുമ്പോൾ അത് മാറും, പിന്നെയും കടിച്ചു കഴിയുമ്പോൾ പൊട്ടും, അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനെന്താണെങ്കിലും ഒന്ന് കണ്ടിട്ടൊന്ന് ഒരു തറോ എക്സാമിനേഷൻ വേണ്ടി വരും. ഓക്കെ താങ്ക് യു സർ. ഓക്കെ 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 ഡോക്ടർ, താങ്ക് യു. അതാ ഞാനും ഡോക്ടറിൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്. കാരണം ഈ ഉള്ളില് കവിള് കടിക്കുന്നത് കുറെ പേര് ഇങ്ങനെ പറഞ്ഞ് കേട്ടിരിക്കുന്ന ഒന്നാണ്, അറിയാണ്ട്. ഇപ്പത്തെ ഇവരും പറഞ്ഞത് തന്നെ ഇടയിലിടയിൽ ഇങ്ങനെ കടിക്കണ ഒരു ടെൻഡൻസി, അതിനെ നമുക്കിപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഡിവൈസ് വെക്കാന്നോ, അതെങ്ങനെയാണ് ഡോക്ടർ പ്രാക്ടിക്കൽ ആവുന്നത്? എങ്ങനെയാ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ചിലരുടെ ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഹാബിറ്റായി മാറിയിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കത് അതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളത് നോക്കേണ്ടി വരും. ചിലപ്പം മസിൽ റിലാക്സൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വ്യത്യാസം വരാം. പിന്നെ അതിനെപ്പറ്റി കുറച്ചുകൂടി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്താലും പലപ്പോഴും അത് ഒഴിവാക്കാൻ പറ്റുന്ന, ഭക്ഷണം കഴിയുന്ന സമയത്ത് ചിലപ്പോൾ അറിയാതെ കടിച്ചു പോകാന്നൊക്കെ പറയുന്ന ആളുകൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡെന്റൽ അലൈൻമെന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അതായിരിക്കാം ഒരു പക്ഷേ ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പൊ തന്നെ ലേഡി പറയണ അവര് ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ പോലും അവര് കടിക്കണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അലൈൻമെന്റിന്റെ ഡിഫറൻസ് കൊണ്ടായിരിക്കാം ചീക്ക് എപ്പോഴും പല്ലിന്റെ ഇടയിലേക്ക് പോകുന്നുണ്ടാവുക അല്ലേ? പിന്നെ ഈ കവിളിൽ എന്തെങ്കിലും ഈ ഇൻഫ്ലമേഷൻ, അതായത് വീക്കം, അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. ഡോക്ടറിന് പേഷ്യൻസിന്റെ എണ്ണം എനിക്കറിയാം കൂടി വരികയാണ്. അത് കൂടാതെ കുറഞ്ഞു വരണമെങ്കിൽ ഞങ്ങളെപ്പോലത്തെ കോമൺ മാൻ ഇതിലൊക്കെ ഇങ്ങനത്തെ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ഡോക്ടർ ഒരു നല്ലൊരു മെസ്സേജും കൂടെ പറയൂ. നമ്മൾ എങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതി, നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ട രീതി. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ഇങ്ങനത്തെ എന്ത് ക്യാൻസർ എന്നുള്ളതല്ല, എന്ത് അസുഖത്തിനാണെങ്കിലും ഒരു ബെനിഫിറ്റ് ഉള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ക്യാൻസർ മാറ്റാനുള്ള കഴിവ് റെഗുലറായി എക്സസൈസ് എന്നല്ല, പക്ഷേ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അതിന് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയെ നമ്മൾ ഏറ്റവും നന്നായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ രമ്യ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു പേഷ്യൻ്റ് തിരിച്ചു വരണം എന്ന് ഡോക്ടറും ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷെ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് തിരിച്ചു വന്നില്ലെങ്കിലും എല്ലാവരും നമ്മളെ വളരെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതാണ് വളരെ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. വേറൊരു തെറ്റിദ്ധാരണ ഡോക്ടർ, വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരും നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. ഇങ്ങനെ എന്താ പറയുക, എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുക. പക്ഷേ അങ്ങനെയുള്ളവർക്കും ചിലരിലേക്കൊക്കെ ക്യാൻസർ വരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവരും ഈശ്വര എന്നും എക്സസൈസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ എത്ര ഡയറ്റ് നോക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇപ്പം എൻ്റെ വീടിന് തൊട്ടടുത്തൊരു അങ്കിൾ കഴിഞ്ഞ ദിവസം മരിച്ചു. അങ്കിൾ അന്ന് എക്സസൈസ് ചെയ്ത് നടന്നു പോയി വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് അങ്കിൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് അങ്കിൾ മരിച്ചത്. ചിലർക്ക് ക്യാൻസർ ആവാം, ഓരോരുത്തർക്കും ഓരോ റീസൺ. അപ്പോൾ പെട്ടെന്ന് പബ്ലിക്കെല്ലാം ഈ എക്സസൈസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്നേ ഉടനെ അങ്ങനെ അങ്ങ് ജനറലൈസ് ചെയ്തിട്ട് അറിവില്ലാത്തത് കൊണ്ട് ചില ആൾക്കാർ അങ്ങനെ അങ്ങ് പറഞ്ഞ് കളയാണ്. അതിനും കൂടെ ഒരു മറുപടി പറയൂ ഡോക്ടർ. നമ്മൾ അങ്ങനെ അങ്ങനെ എക്സസൈസ് ചെയ്യണത് തെറ്റാണ്, അങ്ങനെ ഇത് കണ്ടില്ലേ ഒരാളുടെ അനുഭവം, അങ്ങനെ പറയാൻ പാടുമോ? ഒരിക്കലും ശരിയല്ല. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തിക്കുമുള്ള പ്രശ്നങ്ങൾ വ്യത്യാസമല്ലേ. ചിലർക്ക് ഒരുപാട് എക്സസൈസ്, ഹാർട്ടിന് ചിലപ്പം പ്രശ്നമുള്ള ആളുകൾക്ക് ഒരുപാട് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചിലർ ചെയ്യാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും.
പക്ഷെ നമ്മൾ ജനറലായി നോക്കുമ്പം നമുക്ക് എന്തെങ്കിലും നമുക്കൊരു സമൂഹത്തിന് അഡ്വൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, റെഗുലർ എക്സസൈസസ്, ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. മസ്റ്റ്.